വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറയുന്ന വീഡിയോ വളരെ സില്ലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതായത് എന്റെ റാൻഡം ഒബ്സഷൻസ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. പ്രോഡക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് പോകാം. ഫസ്റ്റ് ഒരു വാച്ചാണ്. ഈ വാച്ച് ഡിജിറ്റൽ വാച്ചാണ്, മനസ്സിലായി കാണുമല്ലോ. എനിക്ക് മറ്റേ സൂചിയുള്ള വാച്ചില്ലേ, അതിൽ സമയം നോക്കി പറയാൻ ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ 1-2 ഫുൾ കൊടുത്തിരുന്നാലും തെറ്റിക്കും, മറ്റേ വരയാണെങ്കിലും തെറ്റിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ 5ന്റെ ഗുണിതങ്ങൾ മറന്നു പോകും. സോ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിൽ സമയം നോക്കാനായിട്ട്. എന്തെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും സൂചിയൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സമയം നോക്കാൻ അറിയാത്തില്ല. എനിക്ക് പെട്ടെന്ന് നോക്കി പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. സോ എന്റെ രക്ഷിതാവായിട്ട് എത്തിയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഞാൻ വാങ്ങിച്ചില്ല, മമ്മി എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. ഇത് ബോട്ടിന്റെ ബീറ്റ് എന്ന് പറഞ്ഞൊരു വാച്ചാണ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും 1500 ആ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 5000 അങ്ങനെ എന്തോ ആണ്. ബട്ട് ഇത് സൂപ്പർ വാച്ചാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഈ ചാർജ് ഇല്ല, മിക്കവാറും ചാർജ് കാണില്ല. എവിടെയെങ്കിലും പോകുന്ന നേരത്തെ രാവിലെ ഇരുന്ന് ചാർജ് ചെയ്യും. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഓക്സിജൻ മെഷർ ചെയ്യാൻ പറ്റും, ഹാർട്ട് ബീറ്റ് നോക്കും, അതുപോലെ കാലറി കൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ എത്ര സ്റ്റെപ്പ് കടന്നുള്ളത്, നമ്മൾ 10,000 സ്റ്റെപ്പ് നടക്കുമ്പോൾ ട്രോഫിയൊക്കെ വരും ഇതിൻ്റെ ആപ്പ് ഫോണിലുള്ളതിൽ. അങ്ങനെയൊക്കെ ഉള്ള ഒരു വാച്ചാണ്. പിന്നെ നമുക്ക് ഗുണം എന്തെന്ന് വെച്ചാൽ എന്നെ പോലെ സൂചിയൊക്കെ നോക്കി സമയം കണ്ടുപിടിക്കാൻ പാടുള്ളവർക്ക് ഉപയോഗമുണ്ട്. അതൊരു പോയിന്റ്. അതുകൂടാണ്ട് കോള് മെസ്സേജ് ഒക്കെ നമുക്ക് വാട്സപ്പ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. സോ ഇത് ഈസിയാണ്. പക്ഷെ കോൾ ഇതിൽ കണക്ട് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ആരെ വിളിച്ചെന്നൊക്കെ അറിയാൻ പറ്റും. പൊതുവെ ആരെ വിളിച്ചെന്ന് നോക്കിയിട്ട് കോൾ എടുക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇത് എപ്പോഴും കെട്ടും, മീൻസ് എവിടെ പോയാലും ഇത് കെട്ടും. തീരെ എന്റെ ഡ്രസ്സ് ഇത് ചേരില്ലെങ്കിൽ മാത്രമേ ഇത് മാറ്റി വയ്ക്കത്തുള്ളൂ. കോവിന്റെ അലോവേര ജെല്ലാണ് ഇത്. ഞാൻ 1 മാസം ട്രൈ ചെയ്ത വീഡിയോ, അല്ല ഒരാഴ്ച ട്രൈ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരാഴ്ച എന്ന് തോന്നുന്നു. അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ ഫാനാണ്. ഞാൻ എപ്പോഴും ഇത് വാങ്ങിക്കും. എനിക്ക് സ്കിൻ അറിയാൻ മടിയുണ്ടെങ്കിൽ ട്രൈ ചെയ്യും. സ്കിന്ന് എന്തൊക്കെ കാണിക്കുന്നത്, എന്താ റിയാക്ട് ചെയ്യുന്നത് മനസ്സിലാവാൻ അന്നും വിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ എനിക്കെന്തോ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു സംതൃപ്തിയാണ്. സ്കിന്നിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇത് ഉപയോഗിച്ചാൽ മാറുന്നൊരു വിശ്വാസത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് ഒബ്സസ്ഡ് ആണ് ഈ പ്രോഡക്റ്റുമായിട്ട്. 99 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 60 ml ഓഫ് ദി പ്രോഡക്റ്റ്. കുഞ്ഞു ബോട്ടില്, വലിയ ബോട്ടില് ഉപയോഗിച്ചിട്ട് ഇപ്പൊ കുഞ്ഞിലോട്ട് വന്നതാണ്. കാരണം എനിക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വെറ്റ് വൈപ്സ് ആണ് നെക്സ്റ്റ് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാണ്. ഞാൻ ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ കാരണം മേക്കപ്പ് വൈപ്സ് ഇല്ലേ, അതിന്റെ ഏകദേശം ആക്ഷൻ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക്ക് മായ്ക്കാൻ, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനും മേക്കപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമ്മുടെ മേക്കപ്പ് ഭയങ്കര വാട്ടർ പ്രൂഫ് അല്ലാത്തൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. സോ പ്രൈസ് വെച്ചൊക്കെ ഇത് സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട്, ആക്ഷനും വെച്ചും പ്രൈസ് വെച്ച് ഇത് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്, എപ്പോഴും വാങ്ങിക്കും. അതുകൊണ്ടാണ് എനിക്ക് പൊടി പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടി ചുമരില്ല ജനലിലൊക്കെ ഇരിക്കുന്നുണ്ട്, അത് തുടയ്ക്കാൻ വരെ ഇത് ഉപയോഗിക്കും. എനിക്ക് അത്രയ്ക്ക് ഓവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഈ ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കി 2-3 വട്ടം വാങ്ങിച്ചു. സോ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ലുലു പോയപ്പോഴത്തേക്കും ഈ ബ്രാൻഡും കണ്ടു, പ്രൈസും കുറവാണ്. സോ ഞാൻ ഇതിലോട്ട് ട്രൈ ചെയ്യാന്ന് വെച്ചു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മേക്കപ്പ് വൈപ്സിനെക്കാളും ഒരുപാട് ആക്ഷൻ ഉണ്ടെന്ന് പറയത്തില്ല. പക്ഷെ മേക്കപ്പ് വൈപ്സിന്റെ അത്രയൊക്കെ ഒരു ആക്ഷൻ ഇതിൽ കിട്ടുന്നുണ്ട്. ആൽക്കഹോൾ അലർജി ഉള്ളത് ഉപയോഗിക്കേണ്ട കേട്ടോ. ആൽക്കഹോൾ എന്തായാലും ഉണ്ടാവണം. ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ ഉണ്ട്. സോ അലർജി ഉള്ളവർ വാങ്ങിക്കേണ്ട. അല്ലാതെ മേക്കപ്പ് വൈപ്സ് യൂസ് ചെയ്ത് മടുത്തിരിക്കുന്നവർക്ക്, പൈസ ചിലവാക്കി മുടിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം വാട്ടർ പ്രൂഫ് അല്ലാത്ത എല്ലാ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണ്. എന്റെ റാൻഡം ഒബ്സഷൻ പറയുമ്പോൾ ചൈനീസ് ഡ്രാമ എങ്ങനെ പറയാതിരിക്കും? ഒബ്വിയസ്ലി ഞാൻ പറയും. സോ ചൈനീസ് ഡ്രാമ എൻ്റെ ഒരു ഒബ്സഷനാണ്. എനിക്കത് നല്ല ഹാപ്പിനെസ് തരുന്നുണ്ട്. എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് കോസ്റ്റ് മുടക്കാണ്ട് ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യം ചൈനീസ് ഡ്രാമാസ് ആണ്. സോ എന്റെ കുറച്ച് ഈ വർഷത്തെ ഫേവറേറ്റ്സ് ഞാൻ 5 എണ്ണം പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ചൈനീസ് ഡ്രാമ എന്റെ ഫേവറേറ്റ്സ് കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അതിൽ കുറച്ചൊരു കണ്ടിട്ട് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മലയാളീസ് ആ വീഡിയോ കണ്ട് ഇൻട്രസ്റ്റ് കാണിക്കുമെന്ന്. സോ ഞാൻ 5 ഡ്രാമ ഈ വർഷം കണ്ടതിൽ, ഈ വർഷം കുറെ കണ്ടു. അപ്പം എനിക്ക് എല്ലാത്തിനും പേര് ഓർമ്മയില്ല, പക്ഷെ ചിലതൊക്കെ നമുക്ക് പേരിങ്ങനെ ഓർമ്മയിരിക്കും. അതിൽ 5 എണ്ണം പറഞ്ഞുതരാം. എല്ലാ ഡ്രാമ ഈ വർഷം കണ്ടതാണെന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഡേറ്റിംഗ് ഇൻ ദ കിച്ചൺ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതാണോ എന്നൊരു സംശയം. എന്തായാലും നമുക്ക് കഥ നോക്കാം. അതിൻ്റെ അകത്ത് ഒരു ബോസ് ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി കുക്കാണ്. എന്ത് ചെയ്താലും ബോസിന്റെ തലയിലോട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടി പണി വാങ്ങിക്കുന്ന ഒരു ആളാണ് ഫീമെയിൽ ലീഡ്. ഇപ്പോൾ രഹസ്യമായിട്ട് കുക്ക് ചെയ്തു. ഷെഫ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ഷെഫ് അല്ല, രഹസ്യമായിട്ട് കുക്ക് ചെയ്ത് അവിടെ തീ പിടിച്ചു. അപ്പോഴത്തേക്കും ആ ബോസ് ചെക്കിങ്ങിന് വന്ന ദിവസമായിരുന്നു. ബോസ് അല്ലായിരുന്നു, അവർ അത് എടുക്കാൻ ഇത് ഹോട്ടൽ എടുക്കാൻ വേണ്ടി വന്ന ദിവസമായിരുന്നു സംഭവിച്ചത്. പിന്നെ ആ ബോസ് അവിടെ എന്തോ ഫോൺ വിളിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഒരു മോട്ടറിന്റെ സാധനം സ്വിച്ച് ഓൺ ആക്കും. അതിലൊരു ഇങ്ങനെ വലിയ എയറൊക്കെ കയറിയിട്ട് ബൊമ്മ വന്ന് അയാളെ തലക്കിട്ട് കൊടുക്കും. അയാൾ വെള്ളത്തിൽ പോയി വീഴും. അങ്ങനെ
മീൻസ് സില്ലി ആയിട്ടുള്ള കുറെ മിസ്റ്റേക്കുകൾ ചെയ്യും. അങ്ങനെയൊക്കെ ഇവളെ കാണുന്ന ചതുർത്ഥിയാകും, അങ്ങനത്തെ അവസ്ഥയിലെത്തും. പിന്നെ ഇവർ തമ്മിൽ റിലേഷനിലാവും. ഫീമെയിലായിട്ട് നല്ല ഫണ്ണിയാണ്. ഇയാളുടെ അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമാകത്തില്ല. അപ്പോൾ ഒരു പാഠം പഠിപ്പിക്കാനൊക്കെ നോക്കും. കൃഷി ചെയ്യുന്നിടത്ത് കള പറിക്കാൻ വേണ്ടി ഏർപ്പാടാക്കും ഇവിടെ അടുത്ത്. അപ്പം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്, മീൻസ് കള എടുത്ത് മാറ്റണം, കൃഷി അവിടെ നിൽക്കണം എന്നൊരു പാഠമില്ലേ. മീൻസ് ചെറുതായാലും ഡിസ്റ്റർബ് ചെയ്ത പ്ലേസ് അവർക്ക് പറ്റത്തില്ല എന്നൊക്കെയുള്ള കാണിക്കാൻ വേണ്ടിയാണ് അമ്മായിയമ്മ അത് പറഞ്ഞത്. അമ്മായിയമ്മ ആയിട്ടില്ല, പക്ഷെ അവളുണ്ടല്ലോ ചെടിയൊക്കെ പിടിച്ചിട്ട് കള അവിടെ നിർത്തിയിരുന്നു. അങ്ങനെയൊക്കെ കുറേ മീൻസ് ഇവിടെ ഒന്നും പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഇവൾ സ്മാർട്ടാണ്. അങ്ങനെയുള്ള ഒരു ഡ്രാമ. പിന്നെ ഹാപ്പി എന്തെങ്കിലും അവസാനിക്കുന്നുണ്ട്, അത് എന്നുള്ളത് കാണാം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഡ്രാമ എവരിവൺ ലവ്സ് മീ ആണ്. അപ്പോൾ ഇവര് കോളേജ് ക്യാമ്പസ് ലവ് ആയില്ല, ഒരു കോളേജ് ക്യാമ്പസ് ലവ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ വെച്ചാണ് കാണുന്നത്, പക്ഷെ ഓഫീസ് പ്ലേസിൽ പോയാണ് ലവ് ആകുന്നത്. ഇതിലെന്തെന്ന് വെച്ചാൽ ഈ ഫീമെയിൽ ലീഡും മെയിൽ ലീഡും ഗെയിം കളിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. മറ്റേ യുദ്ധത്തിന് പോകുന്ന അങ്ങനത്തെ ടൈപ്പ് ഗെയിം ഇല്ലേ, അപ്പൊ ആ ഗെയിം കളിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇവന് അവളോട് ക്രഷ് ഉണ്ട്. റിയൽ ലൈഫിൽ ഫീമെയിൽ ലീഡിന് മെയിൽ ലീഡിനോട് ക്രഷ് ഉണ്ട്. പക്ഷേ ഇത് മെയിൽ ലീഡിന് അറിയത്തില്ലല്ലോ. സോ മെയിൽ ലീഡിന്റെ അടുത്ത് ഗെയിമിന്റെ അകത്ത് ഫീമെയിൽ ലീഡ് പറയുന്നുണ്ട് എനിക്കൊരാളെ ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ നെഗറ്റീവാണ്. എങ്ങനെ ഒരു ചെറുക്കന് ഒരു ഗേളിനെ ഇഷ്ടമല്ലാണ്ടാകും എന്നുള്ള പോയിന്റ് ഒക്കെയാണ് പറയുന്നത്. നീ നല്ല ഇങ്ങനെ സ്പീഡ് ഗാർഡ് അഭിനയിക്കണം, മറ്റേ ചേട്ടാ എന്നൊക്കെ സംസാരിക്കട്ടെ, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി റിയൽ ലൈഫിൽ മെയിൽ ലീഡിന് അത് ഇഷ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് കോഴ്സ് കഴിയുന്നതിൻ്റെ അന്ന് ഇവള് പ്രൊപ്പോസ് ചെയ്യും. പക്ഷേ ഇവന്റെ അതിൽ മൈക്കിരിപ്പുണ്ടായിരുന്നു, അത് അവൻ അറിയുന്നില്ല. അറിയാണ്ട് ഇവർ റിജക്ട് ചെയ്യും പബ്ലിക്കായിട്ട്. അപ്പൊ ഇവർ റിജക്ട് ചെയ്ത് മൈക്കിൽ കൂടെ പബ്ലിക്കായിട്ട് കോളേജ് മുഴുവൻ കേട്ടില്ല. അപ്പൊ ഭയങ്കര എംബാരസിങ് ഫീലിംഗ് ഉണ്ടായി. സോ അവള് കരഞ്ഞു വിളിച്ചിട്ട് മറ്റേ ഗെയിം കളിക്കാൻ പോയപ്പോഴത്തേക്കും ഇങ്ങനെ കരഞ്ഞു വിളിച്ചിട്ട് അവള് ഗെയിമിൽ തോക്കുന്ന അവസ്ഥയൊക്കെ എടുത്ത് ചാടുന്നുണ്ട്. അപ്പൊ ബാക്കി ഗെയിമിൽ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇവന്റെ ഫ്രണ്ടും കൂടെയാണ്, റിയൽ ലൈഫിലും ഫ്രണ്ടാണ്. ഇവള് മാത്രമാണ് റിയൽ ലൈഫിൽ ഇവർ അറിയാത്ത ഒരാളുള്ളത്. ആരെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത്, എന്തെങ്കിലും മൂടോട്ടം നോക്കുമ്പോഴത്തേക്ക് ഇവള് പറയും ഞാനത് കൃഷ്ണനോട് പ്രപ്പോസ് ചെയ്തു, എന്നെ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കരഞ്ഞു വിളിക്കും. അപ്പൊ ഇവള് റിജക്ട് ആയി എന്ന് പറയുമ്പോഴത്തേക്ക് മെയിലിഡിന് ഭയങ്കര സന്തോഷവും, കാരണം ഗെയിമിൽ മെയിലിഡിന് ഫീമെയിലോട് ക്രഷ് ആണല്ലോ. അപ്പോൾ ഇവ ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, ആരാന്ന് പറഞ്ഞ് നമ്മൾ അവനെ പേര് പാഠം പഠിപ്പിക്കാന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ ഇന്ന കോളേജിൽ പോയി ഇന്നയാളെ പാഠം പഠിപ്പിക്കാന്ന് അവള് പറയുമ്പോഴത്തേക്കാണ് അവർക്കും മനസ്സിലാവുന്നത് രാവിലെ റിജക്ട് ചെയ്ത ആളായിരുന്നു ഈ ഓൺലൈൻ ഗെയിമിൽ ഇവന്റെ ക്രഷ് ആയിരുന്നെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ മെയിലിഡിന്റെ ഓൺലൈൻ ക്രഷ് തന്നെയായിരുന്നു രാവിലെ പ്രപ്പോസ് ചെയ്തതെന്ന്. അങ്ങനെ അതിനുശേഷം പിന്നെ ഫീമെയിലിയുടെ ഒട്ടും മൈൻഡ് ചെയ്യാണ്ടാവും, വർക്ക് പ്ലേസിൽ സെയിം ആണെങ്കിൽ പോലും. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇവര് കോംപ്രമൈസ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ മാറി സോൾവ് ചെയ്ത് ഹാപ്പി എൻഡിങ്ങിൽ എത്തും. അതാണ് ഒരു ഡ്രാമ. ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണ് കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് ഫീൽ ഗുഡ് ഡ്രാമയാണ്, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഫണ്ണി മോഡാണ് കുറച്ചുകൂടെ. കാരണം പിന്നെ അതിൽ മെയിലിടൊന്നും മെച്ചുവേർഡും കൂടെയാണ്. അപ്പം നമുക്ക് അത്ര ഒരു കോളേജ് വൈബ് അങ്ങനത്തെ ഒന്നുമില്ല. അവൻ മെച്ചുവേർഡാണ് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യുന്നത്, പക്ഷേ ആകെ മൊത്തം ഫണ്ണി ആകുന്നുണ്ട്. പിന്നെ ഓൺലി ഫോർ ലവ്, ആ ഡ്രാമ കുറേ ഇങ്ങനെ റീൽസും ഷോർട്സും ഒക്കെ വന്നിട്ടുള്ള ഒരു ഡ്രാമയാണ്. ആ ഡ്രാമയിൽ മെയിൽ ലീഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നടത്തുന്നുണ്ട്. ഫീമെയിൽ ലീഡ് ഈ ഫിനാൻസ് മാഗസിന്റെ ഇങ്ങനെ റൈറ്റ് ചെയ്യുന്ന ആളാണ്. ഈ മാഗസിൻ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവള് അവന്റെ പുറകെ ഇങ്ങനെ ആക്ട് ചെയ്തൊക്കെ നടക്കുന്നുണ്ട്, ലൈനാന്നൊക്കെ മട്ടില്ല. പക്ഷെ ആക്ച്വലി മെയിൽ ലീഡിന് ഇവളടുത്ത് ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ അവന് മനസ്സിലായി ഇവള് ഉടായ്പ് കാണിച്ച് ഇന്റർവ്യൂ കിട്ടാൻ വന്നതെന്ന്. സോ അവൻ വഴിയും കൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് റിലേഷനിൽ എത്തുന്നു. ബട്ട് ഇതിന്റെ അതൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഫീമെയിൽ ലീഡിന് ഒരു എക്സ് ലവർ ഉണ്ട്. അപ്പോ അയാള് ഇവളെ ചതിച്ചതിന് കാരണം അവന് കുറച്ചുകൂടെ പണമുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ടു. ആ പണമുള്ള പെങ്കൊച്ചിന്റെ അങ്കിള് ഇവനാന്ന് വിചാരിച്ചു മെയിൽ ലീഡെന്ന്. പക്ഷെ ആക്ച്വലി മെയിൽ ലീഡിന്റെ ഡ്രൈവർ എന്തോ ആയിരുന്നു. ആ വൈരാഗ്യത്തില് മറ്റവന്റെ അടുത്ത് റിവെഞ്ച് ചെയ്യാനാണ് ഇവള് ഇവന്റെ അടുത്ത് സ്നേഹം അഭിനയിക്കുന്നത്, പിന്നെ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും. പക്ഷെ ലാസ്റ്റ് ഇവ അത് അറിയുന്നുണ്ട്. ഇവര് നല്ലപോലെ സ്നേഹം മൂത്തിങ്ങനെ വന്ന സമയത്ത് തന്നെ ഇവൻ കൃത്യം അറിയുന്നുണ്ട് ഇവന്റെ എക്സ് ലവറിന്റെ ന്യൂ ഗേൾഫ്രണ്ടിന്റെ അങ്കിളാന്ന് വിചാരിച്ചാണ് ഇവള് നോക്കിയെന്ന് കൂടെ അറിയുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കര വിഷമമായിട്ട് ബ്രേക്കപ്പിലാകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പാച്ചപ്പിലൊക്കെ എത്തിയിട്ട് ഹാപ്പി എൻഡിൽ എത്തുന്നു കേട്ടോ. സോ ഇഷ്ടമുള്ളവർക്ക് കാണാം. അത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് അല്ല. ആ ബ്രേക്കേജ് ടൈമൊക്കെ ഇല്ലേ, ബ്രേക്കിംഗ് ടൈം, അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഒന്ന് വിഷമാവും. നെക്സ്റ്റ് ഡ്രാമ പ്രിൻസസ് ഏജന്റ് ആണ്. ആ ഡ്രാമ കംപ്ലീറ്റ്ലി എൻഡിങ് അല്ല, ഓപ്പൺ എൻഡിങ് ആണ്, ഹാപ്പി എൻഡിങ് അല്ല. പക്ഷെ അതിന്റെ അടുത്ത ഭാഗം വരുമെന്ന് 6 വർഷമായിട്ട് അവർ പറയുന്നുണ്ട്. സോ എനിക്കറിയത്തില്ല. ബട്ട് അത് നല്ല സൂപ്പർ ഡ്രാമയാണ്. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമ കാണണമെങ്കിൽ കാണാം. ഭയങ്കര ഹാർട്ട് ബ്രേക്കൺ ആവും. ഒരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. നമുക്ക് ഒരു ഹാപ്പിനെസ് തരുന്നതല്ല, പക്ഷെ ത്രില്ലിംഗ് ആണ്. നമുക്ക് എക്സൈറ്റ്മെന്റ് തരും, ഒരു അഡ്രിനാലിൻ റഷ് ഒക്കെ തരുന്ന ഒരു ഡ്രാമയാണ്. വേണമെങ്കിൽ കാണാം. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫീമെയിലും മെയിലും ഒന്നിക്കാത്തതിലും മരിച്ചു പോയതിലും ഒക്കെ ഒരു വിഷമം തോന്നും. ആ വിഷമം മാറാൻ അവർ തന്നെ അഭിനയിച്ച വേറെ ഡ്രാമയുണ്ട്, ദ ലെജൻഡ് ഓഫ് ഷെൻലി. അത് നല്ല പീസ്ഫുൾ, ഇച്ചിരി
മറ്റു ഡ്രാമയും ഹിസ്റ്റോറിക്കാണ്, ഇതും ഹിസ്റ്റോറിക്കാണ്. പക്ഷെ നമുക്ക് നന്നായിട്ട് കണ്ട് ഒന്ന് ഹാപ്പി ആകാൻ പറ്റും. ഹാപ്പി എൻഡിങ് ആണ്, പക്ഷെ ഇടയ്ക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ത്രില്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മെയ്ഡിന്റെ ക്യാരക്ടർ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ് ആദ്യമുള്ള ഡ്രാമയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, പ്രിൻസസ് ഏജന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ബട്ട് നമുക്ക് കാണാൻ അടിപൊളിയാണ്. നമുക്ക് മറ്റത് കണ്ടിട്ടൊരു ഭയങ്കര ഭാരം തോന്നുമെങ്കിൽ ഇത് കണ്ടാൽ മതി, അപ്പോഴത്തേക്ക് ആ ഭാരമൊക്കെ ഒന്ന് മാറും. എന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രാമ എൻജോയ് ചെയ്തൊരു ഫീലിംഗ് കിട്ടും. നെക്സ്റ്റ് ഡ്രാമ ഹൈ വീനസ് ആണ്. ഇത് അടിപൊളി ലൈറ്റ് ഹാർട്ടഡ് ഡ്രാമയാണ്. അതിൽ ഒരു ഡോക്ടർ ഉണ്ട്. മറ്റു രണ്ട് കഥ ഞാൻ പറയുന്നില്ല, ഒരു ഹിസ്റ്റോറിക് ഡ്രാമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കഥ പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഇപ്പം ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടത് കുറച്ച് നാളായിട്ടുണ്ട്. ഹൈ വീനസിനിടയ്ക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഹോസ്പിറ്റലിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ പിണക്കിയിട്ട് ഈ റൂറൽ പ്രാക്ടീസ് കിട്ടത്തില്ല, അങ്ങനെ പോയി കിടന്ന് കഷ്ടപ്പെടുവാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിലെ പ്രസിഡന്റ് മാറിയത് ഇവൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ പ്രസിഡന്റ് കൃത്യം ആ റൂറൽ ഏരിയയിൽ തന്നെ പെട്ടുപോയി. അപ്പോൾ ഇവള് വിചാരിച്ചത് അവിടെ എന്തോ കള്ള മദ്യം വിൽക്കാൻ എന്തോ വന്ന കള്ള വൈൻ വിൽക്കാൻ വന്ന ആളെന്ന് പറഞ്ഞിട്ട് അവൻ കള്ള വൈൻ വിൽക്കുന്ന ആളെന്ന് അക്യൂസ് ചെയ്തിട്ട് അവൾ അവിടുത്തെ പണിയൊക്കെ എടുപ്പിക്കുന്നതിന് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇതിന് രക്ഷപ്പെടാനും പറ്റുന്നില്ല, കാരണം അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് ടവറും റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവൻ അവിടെ തന്നെ സർവൈവ് ചെയ്യേണ്ടി വന്നു കുറച്ച് ദിവസം. അപ്പോൾ ഇവളൊരു പാഠം പഠിച്ചു. പക്ഷെ ഇവർ നല്ല ടൈമിൽ സ്ലായി. പക്ഷെ ഇതിൻ്റെ അടുത്ത് അവൻ ഇനി തിരിച്ചു പോന്നു ഹോസ്പിറ്റലിലോട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു ഹോസ്പിറ്റലിൽ. എന്നിട്ട് ഇവളെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നുണ്ട്, റൂറൽ പ്രാക്ടീസ് നിന്ന് മാറ്റിയിട്ട്. എന്നിട്ട് അവൾ അവിടെ എത്തുമ്പോഴത്തേനുമാണ് കാണുന്നത് ഇവൻ പ്രസിഡന്റ്. പിന്നെ കുറച്ച് റിവഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്വീറ്റ് ആണ് ആ റിവഞ്ചൊക്കെ, അല്ലാണ്ട് ഇങ്ങനെ പക വച്ചിട്ടുള്ള റിവഞ്ച് അല്ല. സോ അല്ലാണ്ടൊരു ഫണ്ണി കൈൻഡ് റിവഞ്ചാണ്. അത് നല്ല രസമുണ്ട് ആ ഭാഗമൊക്കെ കാണാനായിട്ട്. പിന്നെ ഹാപ്പി എൻഡിങ് ആണ്, മെച്ചുവേർഡ് ആയിട്ടുള്ള റിലേഷൻ അതിൽ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ചൈനീസ് ഡ്രാമയിൽ ഞാൻ പക്ഷെ 5 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തോന്നുന്നു. പ്രിൻസസ് ഏജന്റ്, ലെജൻഡ് ഓഫ് ഷെൻലി ഒന്നിച്ചിട്ട് കണ്ടാൽ മതി, മീൻസ് ഒന്നിച്ച് പറഞ്ഞിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒബ്സഷൻ ചൈനീസ് ഡ്രാമ. ഞാൻ കൊറിയനും കാണും കേട്ടു, മൈ ഡെമോൺ ഇടയ്ക്ക് ഫേമസ് ആയിരുന്നല്ലോ, അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചൈനീസ് ഇഷ്ടമാവുന്ന പോലെ എനിക്ക് കൊറിയൻ ഇഷ്ടമാവുന്നില്ല. കൊറിയൻ ഫാൻസ് തന്നെ അടിക്കരുത്. ഇപ്പം എനിക്ക് ചൈനീസ് കുറച്ചുകൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തോ എൻ്റെ മൂഡിനെ കുറച്ചുകൂടെ ചൈനീസ് പറ്റുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല കാരണം. പിന്നെ ഇഷ്ടംപോലെ ചൈനീസ് ഷോർട്ട് ഡ്രാമ കാണാം. അതിൻ്റെ ഒബ്സഷനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ബാഗാണ്. ഇതിൻ്റെ ഒബ്സഷൻ എന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും കൊണ്ട് നടക്കും. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. അത് വാങ്ങിച്ചു പോയി ഇപ്പോൾ സ്ഥിരം ഇതാണ്. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സ് ഇരിക്കും, ഫോൺ ഇരിക്കും, ഒരു കുട ഇരിക്കും, എനിക്ക് സുഖമായിട്ട് തൂക്കാൻ പറ്റുന്നുണ്ട്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് കണ്ടിട്ട് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അടിപൊളി ക്വാളിറ്റിയാണ്. നമുക്ക് റെഗുലറായിട്ട് സുഖമായിട്ട് കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്നതാണ്. ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാണ്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാം. പക്ഷെ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള അടിപൊളി സാധനമൊന്നുമില്ല. പൈസയൊക്കെ ഉണ്ട് ഇതിനകത്ത്, 10 രൂപ, പിന്നെ കുറച്ച് ചില്ലറ, ഒരു ലിപ് ബാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഞാനിത് ഉപയോഗിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്കിഷ്ടമായി. ഒരു ഒബ്സഷനാണ് മീഷോ ആപ്പിൽ കയറിയിരുന്ന് അങ്ങോട്ടും തേരപര നടക്കുന്നുള്ളത്. ചുമ്മാ ഇരുന്ന് ഞാൻ അതിനകത്തുള്ള ഈ ഓഫേഴ്സ് നോക്കും, ക്യൂട്ട് കാര്യങ്ങൾ, ഇന്ന പ്രൈസിനുള്ളത്, ഇന്ന സാധനം, പിന്നെ ഇന്ന കളർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് നല്ല റിലാക്സേഷൻ കിട്ടാറുണ്ട്, ഒരു ഷോപ്പിംഗ് തെറാപ്പി കഴിഞ്ഞ പോലെ. അതെൻ്റെ ഒരു ഒബ്സഷനാണ്. നെക്സ്റ്റ് ഒരു ഒബ്സഷനാണ് അണ്ടർആം റോൾ ഓൺ. എല്ലാ ബ്രാൻഡും അല്ല, ഇത് ഈ സാധനം മാത്രം മിനിമലിസ്റ്റിന്റെ ആണ്. നോൺ അബറ്റഡ് ഏച്ചയൊക്കെയുള്ള റോൾ ഓൺ ആണ്. ഇത് നല്ല മണമുള്ള കാര്യമൊന്നുമില്ല, പക്ഷേ ഡിഫിനേഷൻ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ ഇത് മിക്കവാറും യൂസ് ചെയ്യും. വേറെ ഉണ്ടെങ്കിൽ ഇതാണ് ഇപ്പോഴും യൂസ് ചെയ്യലുണ്ട് കേട്ടോ. പട്ടി എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കും, നടക്കണം, വിസിലടിക്കലും എന്തൊക്കെ ആയിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു വിസിൽ ഒഴിഞ്ഞാന്ന്, അങ്ങനത്തെ സൗണ്ട് ഉണ്ടാകും, കൂന്നൊരു സൗണ്ട്. നെക്സ്റ്റ് ചൈനീസ് ഡ്രാമയിൽ ഷോർട്ട് ഡ്രാമാസ് എൻ്റെ ഭയങ്കര ഒബ്സഷനാണ്. ഞാൻ വലിയ ഡ്രാമ ഒരുപാട് പറയാത്തതിന് കാരണം ഷോർട്ട് ഡ്രാമ ഒരുപാട് കാണുന്നതുകൊണ്ടാണ്. അത് 3 മണിക്കൂർ കഴിയുമല്ലോ, ടെൻഷൻ ഇല്ലല്ലോ. മറ്റേ ലോങ് ഡ്രാമ കാണുമ്പോൾ കുറച്ച് ദിവസമൊക്കെ എടുക്കും, ഇച്ചിരി ടെൻഷനാവും മീൻസ് അടുത്ത് എന്താ അറിയാന്നുള്ളൊരു ആകാംക്ഷയില്ല, അതൊക്കെ വരും. സോ ഷോർട്ട് ഡ്രാമ ഇഷ്ടം പോലെ കാണലുണ്ട്. അത് കണ്ട് ഞാൻ 2 പേഴ്സിനുമായിട്ട് ഭയങ്കര ഒബ്സഷനിലാണ്. മെയിൽ ലീഡിന്റെ പേര് യുലോങ്, ഫീമെയിൽ ലീഡിന്റെ പേര് യങ് മെയ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ലൈവ്സ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ഹാപ്പിനെസ് കിട്ടും. പിന്നെ ഇവരെ BTS ഒക്കെ ഞാൻ ഇഷ്ടംപോലെ കാണലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട് ഇവരെ തമ്മിൽ, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നല്ല ചിൽ വൈബാണ്, കൂളാണ്, ഹാപ്പിയാണ്. ലൈവായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇവള് ഏജ് കുറവാന്ന് പറഞ്ഞിട്ട് ഈ മെയിൽ ലീഡ് മീൻസ് സ്ത്രീയല്ല, ആ മെയിലില്ലേ, അവളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയോ റെസ്പെക്ട് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുന്നില്ല. ഇവൾ പറയുന്ന ഇവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഇവൾ പറയുന്ന ഡിസിഷൻസും ഇവളെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അതിന് എടുക്കുന്നുണ്ട് ആവശ്യമുള്ളതൊക്കെ. മീൻസ് ആ ഒരു ഞാൻ മൂത്തതാണ് അതുകൊണ്ട് എനിക്ക് റെസ്പെക്ട് തരണം എന്നുള്ള അതൊന്നും കാണിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കാര്യം. പിന്നെ ഇവർ ആ ലൈവ് കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ അവരങ്ങോട്ട് പരസ്പരം കംപ്ലീറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടും. സോ എനിക്കത് ഭയങ്കര ഒബ്സഷൻ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവും BTS-ഉം. നല്ല കോമഡിയാണ്.
നല്ല കോമഡി, നല്ല ഹാപ്പിയാണ്. എനിക്കിങ്ങനെ ഹാപ്പി കാര്യങ്ങൾ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അടുത്ത പേഴ്സ് ഞാൻ പേര് നോക്കി പറഞ്ഞുതരാം. ഷൂ ഇവേ ആൻഡ് ബൈക്ക് ഷീ ആണ് പേര്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇവരെനിക്ക് ഇഷ്ടമാകാൻ കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇഷ്ടം കാരണം ആദ്യം പറയാം. ഇവര് BTSലായാലും ലൈവിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാ എക്സ്പ്രഷനില്ലേ, അവർ കല്യാണം കഴിഞ്ഞവരാണ് കേട്ടോ. ആ പേഴ്സണായിട്ട് എക്സ്പ്രസ് ചെയ്യും അവരുടെ പ്രണയം. എന്തായാലും അത് കാര്യം ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ പുറത്തു പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനും മടി കാണിക്കില്ല. പക്ഷെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ നല്ലോണം മടി കാണിക്കത്തില്ലേ എന്നെനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ അടക്കം പലർക്കും, ഒരു മെജോറിറ്റിക്ക് നമുക്ക് നല്ല കാര്യം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. മടിയെന്ന് വെച്ചൊരു ഷൈനസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് പുറമെ കിടന്ന് അടി ഉണ്ടാക്കാൻ നല്ല ധൈര്യമാണ്, അവർ നമുക്ക് നാണക്കേടുവന്നില്ല, അതൊരു മോശം കാര്യമാണ്. പക്ഷെ നമ്മൾ സ്നേഹം കാണിക്കാൻ വേണ്ടി, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നമ്മൾ പ്രകടിപ്പിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ മറ്റാളെ സ്നേഹിക്കുമെന്ന്. അപ്പോൾ അത് പ്രകടിപ്പിക്കാൻ നമ്മൾ എന്തിനും മടി കാണിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ, പ്രവർത്തിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു ടോട്ടൽ കൾച്ചറിൽ അതൊരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ അത് സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യമാണ്. അത് നമുക്ക് നാട് നടക്കുന്ന ഒരു സൈഡ് ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് ഇവരുടെ ഈ ലൈവ്സും BTS ഒക്കെ കാണാൻ ഇഷ്ടമാണ്. അവർ ആരെ നോക്കുന്നില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഹാപ്പിനെസ് തരും. സോ ഞാൻ ഇഷ്ടംപോലെ അവരുടെ ലൈവും അവരുടെ BTSും കാണലുണ്ട്. അതെൻ്റെ ഒരു ഒബ്സഷനാണ്. പറഞ്ഞ പേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ അടിപൊളിയാന്നുള്ള കാര്യം. ആ ആൾക്കാർ നല്ല ക്ലിഞ്ചിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ടച്ച് ചെയ്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഫീൽ ചെയ്തു, നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. ഒട്ടും പറഞ്ഞ പേഴ്സ് അങ്ങനെയല്ല, അനൂപ് പറഞ്ഞ പേഴ്സ് അവർ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഫണ്ണിയാണ്, ചില്ലാണ്. ആ ഒരു കമ്പനി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, രണ്ടുപേരെ പരസ്പരം കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ആ രണ്ട് പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് വേറെ പെർസ്പെക്റ്റീവില്, ഒന്ന് വേറെ പെർസ്പെക്റ്റീവില്. നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ ഇഷ്ടംപോലെ കാണുന്ന റിവെഞ്ച് ഡ്രാമാസ് ആണ് കേട്ടോ. ഈ ഗേൾ ഫ്രണ്ടിന് ചതിച്ചിട്ട് അതിൽ റീബോണും വരും, അല്ലാണ്ട് ചീറ്റിങ് നടന്നേ അറിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ആ ട്രാപ്പിൽ നിന്നൊക്കെ ഊരിപ്പോകുന്ന ടൈപ്പ് ഡ്രാമാസിൽ, അങ്ങനെയുള്ള ഡ്രാമാസ് ഒക്കെ കാണലുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ജോവീസിന്റെ ഫേസ് സ്ക്രബാണ്. ഈ പ്രോഡക്റ്റ് എന്നല്ല, ജോവീസിന്റെ ഒരുവിധം എല്ലാ ഫേസ് സ്ക്രബ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ ഫേസിനല്ല, അൺട്രാംസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഷേവിങ്ങിനൊക്കെ മുമ്പായിട്ട് ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫേസിലുള്ള സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. വേറെ എക്സ്ട്രാ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഇതെൻ്റെ ഒരു ഒബ്സഷനാണ്. ഞാൻ വേറെ ബ്രാൻഡ് മാറ്റി വാങ്ങിക്കുന്നതില്ല. നിലവിൽ എനിക്കിത് നല്ല ഇഷ്ടമായി. ഞാൻ വേറെ പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ക്രബിനെക്കാളുമൊക്കെ എനിക്കിത് കുറച്ചുകൂടെ ഇഷ്ടമായി കേട്ടോ. ലാസ്റ്റ് ഉള്ളൊരു ഡ്രസ്സാണ്, അത് ഞാൻ കാണിക്കാൻ കാരണം ഞാനത് എപ്പോഴും ഇടും. ഞാനത് വാങ്ങിച്ചപ്പോഴത്തേ അതിൻ്റെ കളർ പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ കളർ പോയിട്ടേ ഇല്ല. ഇത് ഈ ഡ്രസ്സാണ്, റയോണിൻ്റെ ഒരു ഡ്രസ്സാണ്. ഇത് ജസ്റ്റ് ഒരു കുർത്തയാണ് കേട്ടോ, ഡ്രസ്സ് പോലത്തെ ഒരു സാധനം. സ്ലീവ്ലെസ് ആണ് കണ്ടോ. എനിക്ക് നീലത്തിന്റെ താഴെ കാഫ് ലെന്ത് വരെ നിൽക്കത്തുള്ളൂ. റൗണ്ട് നെക്കാണ്, ഇത് കുറച്ച് വർക്ക് ഉണ്ട്. സ്ലീവ്ലെസ് ആണ്, റയോൺ മെറ്റീരിയൽ ആണ്. ഇതിടാൻ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സുഖമാണ്, പെട്ടെന്ന് എടുത്തിടാൻ സുഖമാണ്. അതുകൂടാണ്ട് കഴുകുമ്പോഴത്തേക്ക് നല്ലപോലെ കളർ പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്തിൽ ഒരു തുള്ളി പോലും കളർ പോയിട്ടില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്, നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സൂപ്പറാണ്. സോ ഞാൻ എപ്പോഴും പെട്ടെന്ന് എടുക്കുന്ന ഡ്രസ്സ് ഇതാണ്. നിങ്ങൾ വീഡിയോയിൽ പല ഡ്രസ്സും കാണുന്നത് വീഡിയോ എടുക്കണമെന്നുള്ള ദിവസം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്, മാറ്റിയിടുന്നതാണ്. അല്ല മീൻസ് വീഡിയോയിൽ മുമ്പിടാത്ത ഡ്രസ്സ് വേണമല്ലോ എന്ന് വെച്ചിട്ട് മാറ്റിയിടുന്നത്. ഞാൻ സ്ഥിരം ഇത് യൂസ് ചെയ്യും. എനിക്ക് എന്തൊരു പ്രശ്നമാണ്, ഒരു ഡ്രസ്സ് ഇഷ്ടമായാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്താൽ അത് ഞാൻ സ്ഥിരം ഇടും അങ്ങനെ. സോ അതിൻ്റെ ഒരു ഒബ്സഷനാണ്. ഈ വീഡിയോയിൽ അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം.